പുതുവത്സരാഘോഷത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഉത്തരവ് മലപ്പുറം അരീക്കോട് പോലീസ് പിൻവലിച്ചിട്ടുണ്ട്. ഹോട്ടലുകളും കൂൾ ബാറുകളും രാത്രി 8 മണിക്ക് അടയ്ക്കാൻ നിർദ്ദേശിച്ചും റിസോർട്ടുകളിൽ DJ പാർട്ടികൾക്കും ക്യാമ്പ് ഫയറുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയുമായിരുന്നു ഉത്തരവ്. ഇനി പുതുവത്സര വിശേഷങ്ങളുമായി വിവിധ റിപ്പോർട്ടർമാരാണ് ചേരുന്നത്. തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നിന്ന് ഹരികൃഷ്ണൻ ചേരുകയാണ്. ആദ്യം ഹരി, ഈ മാനവീയം വീഥി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ പുതുവത്സരാഘോഷത്തിന്റെ ഒരു കേന്ദ്രം തന്നെയാണല്ലോ. എങ്ങനെയാണ് തിരുവനന്തപുരം പുതുവത്സരത്തിനായി ഒരുങ്ങുന്നത്? അവിടെ നിന്നുള്ള വിശദീകരണങ്ങളും വിശദാംശങ്ങളും ഒക്കെ എങ്ങനെയാണ് ജനങ്ങൾ അവിടെ പുതുവത്സരത്തെ കാണുന്നത്? മറ്റൊന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്നും നിയന്ത്രണങ്ങളും ഉണ്ടല്ലോ. ക്രിസ്റ്റീന, അക്ഷരാർത്ഥത്തിൽ തലസ്ഥാന നഗരി ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് മാനവീയം വീതിയിലേക്കാണ്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഈ മാനവീയത്ത് ഇത്തരത്തിൽ പോലീസുകാരെ വിന്യസിക്കുകയാണ്. ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം തന്നെ വിപണി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. അതുമായി ബന്ധപ്പെട്ട പുതുവർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. ഏകദേശം 1500ഓളം പോലീസുകാരെ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ ലഹരി ഉപയോഗം തടയാൻ തന്നെ പലതരത്തിൽ മഫ്തിയിൽ പോലീസുകാർ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബാരിക്കേഡുകൾ രാത്രി 7:30 കൂടി തന്നെ ഇവിടെ സ്ഥാപിക്കും. ഈ ബാരിക്കേഡുകളുടെ അകത്തുകൂടിയായിരിക്കും പ്രവേശനം. കൃത്യമായി അത് വീഡിയോഗ്രാഫ് ചെയ്യുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അങ്ങനെ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് വിപണി സജീവമായി കഴിഞ്ഞു. പതുക്കെ അത്തരത്തിലേക്ക് പോകുകയാണ്. പുതുവർഷത്തെ ആഘോഷിക്കാൻ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മാനവീയത്തിലേക്ക് ആളുകൾ എത്തുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ അത്ര വലിയ തരത്തിലുള്ള ആളുകളൊന്നും തന്നെ ഇല്ല. പക്ഷെ കുറച്ചുകൂടി കഴിയുന്ന സമയത്ത്, ഒരു സന്ധ്യയോട് അടുക്കുമ്പോഴേക്കും ആളുകൾ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും നഗരത്തിന്റെ പ്രധാന ഇടങ്ങൾ എന്ന് പറയുന്നത് കോവളം, ശംഖുമുഖം, അതേപോലെ തന്നെ അത്തരം വലിയ ഇടങ്ങളിലൊക്കെ തന്നെയാണ് ഇത്തരം ആഘോഷങ്ങൾ നടക്കുന്നത്. മാനവീയത്തും അത്തരത്തിൽ ആഘോഷങ്ങളുണ്ട്. കർശന നിയന്ത്രണങ്ങൾക്കിടയിലാണ് ഇത്തരം ആഘോഷങ്ങൾ ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. ഏകദേശം 12 മണി 12:30 കൂടി തന്നെ ആഘോഷങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കണമെന്ന് കർശനമായ നിയന്ത്രണമുണ്ട്. അത് കർശനമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഉദ്ദേശം. അതിനായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നീക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ നിലവിൽ മാനവീയത്ത് അത്ര വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. തിരക്കിലേക്ക് വരുന്നതേ ഉള്ളൂ. നഗരം ഉണരുന്നതേ ഉള്ളൂ. പുതുവർഷത്തേക്ക് വരവേൽക്കാൻ വേണ്ടി നഗരം ഉണരുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്റ്റീന, ശരി. തിരുവനന്തപുരത്ത് നിന്ന് മാനവീയം വീഥിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹരികൃഷ്ണൻ.